പുരുഷാർത്ഥസനുഷ്ഠനത്തെ സാധിപ്പാനായിക്കൊണ്ട് അഖില ജഗതാധാരഭൂതനായി സച്ചിദാനന്ദസ്വരൂപനായി ഭക്തവത്സലനായിരിക്കുന്ന ഭഗവാൻ സ്വാമി ശ്രീനാരായണന്റെ ഇന്നൽപാദാരവിന്ദങ്ങളെ സർവകാലം മധ്യത്തിങ്കൽ അന്മാർ വെച്ച് നിസ്തുല ഭക്തി പുരസ്സരമാകും വണ്ണം ആയതുകൂടാതെ കണ്ട് മറ്റസ്ഥാനങ്ങളായി അനിത്യങ്ങളായി അവസാനരസങ്ങളായി ദോതർക്കങ്ങളായി സുഖദുഃഖങ്ങളായിരിക്കുന്ന ഭക്താനുസാരതരംഗങ്ങളെ സാരബുദ്ധ്യാ പരിഭ്രമിച്ചു തന്നെ കാലക്ഷേപം ചെയ്തു പോയാൽ ദുരിതമാർജിച്ചു പോവുകയെന്നല്ലാതെ മറ്റൊരു ഗുണം വരുവതെല്ലാം അകൃത സുഹൃതന്മാർക്ക് അസുലഭമായിപ്പോ എന്നത് മനുഷ്യജന്മം എന്ന ഈശ്വരജന്മത്തെ ദൈവകൃത്യാൽ ലഭിച്ച സമയത്തിങ്കൽ വ്യർത്ഥമാക്കി കളയാതെ കണ്ട് ഒരവസരം വരുന്ന സമയത്തിങ്കൽ ഈശ്വരനെ സേവിച്ച് പരമപുരുഷാർത്ഥമായിരിക്കുന്ന മോക്ഷത്തെ സാധിച്ചു കൊള്ളണം. ഈശ്വരനെ സേവിക്കുക എന്ന് വരുന്ന സമയത്തിങ്കൽ തൻ സേവാമാർഗങ്ങൾ പല വിധത്തിലായിരുന്നു. ആയത് ശ്രീ മഹാദേവാലയങ്ങളിൽ പ്രദക്ഷിണം, നാമസങ്കീർത്തനം, സ്വരൂപധ്യാനം, കഥാനന്ദനം, കഥാപ്രസംഗം, കഥാശ്രവണം എന്നിവയിൽ ഈ കലിയുഗത്തിങ്കൽ മറ്റൊന്നും കഥ പറയുക എന്ന് വരുന്ന സമയത്തിങ്കൽ വാക്കിന് യാതൊരുര്യാദി ഷഡ്ഗുണങ്ങളുടെ ഉണ്ടായിരിക്കണം. അവ പോലില്ല എങ്കിലും പരിശുദ്ധന്മാരായി വിജ്ഞന്മാരായി ശാസ്ത്രജ്ഞന്മാരായി വേദജ്ഞന്മാരായിരിക്കുന്ന മഹാബ്രാഹ്മണന്മാരെ കൊണ്ട് മഹാമധ്യത്തെ പ്രാപിച്ച് പഠിച്ചവണ്ണം പ്രസംഗിക്കാനെന്ന് വരുന്ന സമയത്തിങ്കൽ ഈശ്വര കഥയെങ്കിലല്ലോ ലഭിച്ചത്. ഇങ്ങനെ മഹാബ്രാഹ്മണന്മാരുടെയും മഹാജനങ്ങളുടെയും അനുഗ്രഹം ഉണ്ടായിരിക്കണം ഗുരുകാരുണ്യലക്ഷ്മി എങ്കിലോ കൊണ്ട് യദുകുലാലങ്കാരഭൂതനായിരിക്കുന്ന ഭഗവാൻ സ്വാമി ശ്രീരാമചന്ദ്രൻ അനുജനായിരിക്കുന്ന ലക്ഷ്മണനോടും സുഗ്രീവാദി വാനരവീരന്മാരോടും കൂടെ സമുദ്രം അതിക്രമിച്ച് ലങ്കയുടെ ഗോപുരദ്വാരത്തെ പ്രാപിച്ച് പടവിയും കെട്ടി സേനാനിവേശം ചെയ്തു വസിക്കുന്ന കാലത്തിങ്കൽ രാക്ഷസ ചക്രവർത്തി രാവണൻ അയജ്ഞനോ ഗണ്ഠ്യനോ എന്നറിയുവാനായിക്കൊണ്ട് രാവണ സമീപത്തിങ്കലേക്ക് ഒരു ദൂതനെ പറഞ്ഞേക്കണം എന്ന് പ്രകാരം ആഗ്രഹിച്ച് വാനര ചക്രവർത്തിയായിരിക്കുന്ന സുഗ്രീവനെ സമീപത്തിങ്ങനെ വിളിച്ച് സുഗ്രീവനോടായിക്കൊണ്ട് പ്രകാരം ഓരോ വാക്കുകളെ ആയത് പ്രകാരമായിരിക്കുന്നത് തദനന്തരമാകട്ടെ ദൂര ഗച്ഛദുഭിരാനനിഗുണ പുത്രംഗരോ ബാലിനാ ൗലസ്തഹിതം ജയിതു സപസാസീതാ പവിത്രിച്യതാ രാമം തം ശരണം ഭജേതി വചനം മന്യശ്യതേ കർമ്മജേ നൂനം ധർഹി വിഭീഷണം ദശമുഖസ്ഥാനാഭിഷേഷാമ്യഹം ദൂത ഗച്ഛതോ വാനരചക്രവർത്തി ആയിരിക്കുന്ന സുഗ്രീവനെ സമീപത്തിനെ വിളിച്ച് രാമൻ പറഞ്ഞു, സുഗ്രീവ, എന്റെ ഒരു ദൂതനെ ആ രാമ സമീപത്തിലേക്ക് വന്നേക്കണം. ഇനിയിപ്പോ എന്താ നമ്മുടെ കുടുംബത്തിൽ കാണുന്ന ദൂതന്മാരുടെ പറഞ്ഞേച്ചമാരെ എന്റെ ദൂതൻ എങ്ങനെയുള്ള ആളായിരിക്കണം ആണെങ്കിൽ അവൻ ബുദ്ധിദാനായിരിക്കണം. എന്റെ ദൂതൻ പറയുന്ന കാര്യങ്ങളെല്ലാം ഉണ്ടാവണം. മാത്രമല്ല താൻ പറയുന്ന കാര്യങ്ങൾ ആ രാവണ സമീപത്തിന് ചെന്ന് ഇന്ന കാര്യങ്ങളാണ് തനിക്ക് ആവശ്യം എന്ന് പറയുന്ന സമയത്തെങ്കിൽ രാവണനെ പറയുന്ന കാര്യങ്ങളിലൊന്നും യാതൊരുവിധ ശ്രദ്ധ ഉണ്ടാവില്ല. ആ ശ്രദ്ധയില്ലാത്ത രാവണന്റെ ശ്രദ്ധയെ പറയുന്ന കാര്യങ്ങളിലേക്ക് കൊണ്ടുവന്ന് കാര്യങ്ങൾ വേണ്ടതുപോലെ പറഞ്ഞു മനസ്സിലാക്കാനുള്ള കഴിവിനെയാണ് ഈ ബുദ്ധിദാന വിനോദം എന്ന് പറയുന്നത്. എന്റെ ദൂതൻ അതിന് യോഗ്യനായിട്ടുള്ള ഒരാളായിരിക്കണം. ആര് സുഗ്രീവ അതിന് യോഗ്യനായിട്ടുള്ള ഒരാള്?
അടിയന്റെ അഭിപ്രായം എന്താ? എന്താ സുഗ്രീവന്റെ അഭിപ്രായം? അടിയന്റെ അഭിപ്രായം ആ ഹനുമാനെ ഞങ്ങൾ ദൂതനായിട്ട് പറഞ്ഞേക്കാന്നാണ്. എന്താ സുഗ്രീവ, ഹനുമാനെ ദൂതനായിട്ട് പറഞ്ഞേക്കാൻ പാടില്ല. കാരണം ഹനുമാൻ വീണ്ടും എന്റെ ദൂതനായിട്ട് അവിടെ ലംഘിക്കാൻ എന്നാൽ അവിടെ ഉള്ളവരൊക്കെ എന്താ പറയാ? രാമന്റെ ദൂതം വന്നിരിക്കുന്നു അത്ര. എവിടെ? അതാ ആ കുഞ്ഞിന്റെ ചോട്ടിൽ ചാടിയിരിക്കണോ? ഏത്? ആ വാലൊക്കെ നിർത്തിക്കണ ആ ജന്തുവോ? ആ തന്നെ. കണ്ട് നല്ല മുഖപ്പരിചയുണ്ട് കേട്ടോ. കണ്ട് നല്ല മുഖപ്പരിചയുണ്ട്. ആരാ അത്? ഹേയ്, ഇതാ രാമന്റെ ദൂതൻ ഹനുമാൻ. ഹനുമാൻ എടോ, രാമന്റെ ദൂതൻ ഹനുമാൻ ഇതാ വന്നിരിക്കുന്നു അത്ര. അതാ അവിടെ ആ കയ്യും ചില താളം പിടിച്ചിരിക്കുന്നു ഹനുമാൻ. ഏയ് ഹനുമാൻ എന്താ ഹേ ഈ രാമൻ ഈ ഹനുമാനെ തന്നെ വീണ്ടും വീണ്ടും ദൂതനായിട്ട് പറഞ്ഞേക്കാനുള്ള കാരണം? ഓ, ഈ കൊരങ്ങന്മാരെന്താ ഈ തരത്തിലുള്ളതല്ലേ അങ്ങോട്ടും ഇങ്ങനെ ചാടി നടക്കുന്നല്ലാതെ കണ്ട് യാതൊരണത്തിനൊന്നും യാതൊരു പ്രയോജനമില്ല. പിന്നെ വല്ലതും അവിടെ പറഞ്ഞാൽ മനസ്സിലാവുന്നത് ഈ ഒരു ഹനുമാൻ മാത്രമേ ഇടയിലുള്ളൂ. അതുകൊണ്ടെന്താ ഏതാണ്ട് എവിടേക്കെന്താ ഹനുമാൻ കാര്യം കഴിഞ്ഞ് വന്നാൽ ഹനുമാൻ ഒന്നും ഇരിക്കാൻ ഇടയില്ല. അവിടേക്കും ഹനുമാൻ അത് ഇരിക്കുന്ന പോകും. അങ്ങനെ അവിടേക്കും ഇവിടേക്കും പറഞ്ഞേക്കാൻ ഈ ഹനുമാൻ മാത്രമേ ഏറ്റവും ഇടയിലുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം മരഞ്ചാടി നടക്കുന്ന ഒരു വർദ്ധങ്ങൾ അല്ലാതെ കണ്ട് ചെണ്ണത്തിനൊന്നും യാതൊരു പ്രയോജനമില്ല. അപ്പോ വാനരന്മാര് അല്പന്മാരാണ്, കാര്യപ്രാപ്തി ഇല്ലാത്തവരാണ്. അതൊരു അപരാധമായിട്ടില്ല. അപരാധം ഉണ്ടായി കഴിഞ്ഞാൽ അത് യുദ്ധത്തിന് ദോഷമായിട്ട് കൊടുക്കും. കാരണം വാനരന്മാര് അല്പന്മാരാണ്, കാര്യപ്രാപ്തി ഇല്ലാത്തവരാണ്, ബുദ്ധി സാമർത്ഥ്യം ഇല്ലാത്തവരാണ് എന്നൊക്കെയുള്ള ധാരണയോട് കൂടിയായിരിക്കും ശത്രു സൈന്യം നമുക്ക് വരിക. അങ്ങനെ വരുന്ന ശത്രു സൈന്യത്തെ ജയിക്കാൻ അത്യധികം ബുദ്ധിമുട്ടേണ്ടി വരും. മാത്രമല്ല ഇത് ജയിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമില്ല. അതുകൊണ്ട് ഹനുമാൻ ഹനുമാൻ എല്ലാത്തിനും ഇപ്പോൾ ആരാ ഇത്ര യോഗ്യനായിട്ടുള്ള ആള് ആണെങ്കിൽ അതിന് നാളെ ഞാൻ ജയിക്കണം. ആരാത്? അങ്കദ. അങ്കദൻ ഈ രാവണനാരാ? രാക്ഷസ രാജാവ്. രാക്ഷസ രാജാവിന്റെ അടുത്തേക്ക് ദൂത് പറഞ്ഞേക്കാം. ഇങ്ങനത്തെ ചില സ്ഥലങ്ങളെ വർണ്ണിച്ചിട്ടൊന്നും യാതൊരു കാര്യമില്ല. അതിലിപ്പോ ഈ അംഗതനാരാ? മറ്റുള്ളവർ തത്വനാണെങ്കിൽ അങ്ങനെ തത്വ പ്രത്യേകമാണെങ്കിൽ ബാലിയുടെ പുത്രനാണ്. ബാലി വാനര രാജാവ്. അപ്പോ വാനര രാജാവ് ബാലിയുടെ പുത്രൻ വാനര രാജാവ്. അപ്പൊ സ്ഥാനം കൊണ്ട് നോക്കിയാലും ഈ അങ്കദൻ തന്നെയാണ് അതിന് യോഗ്യനായിട്ടുള്ള ഒരാള്. ഈ അങ്കദൻ അവിടെ ചെന്നിട്ട് എന്താ പറയേണ്ടത്, എന്താണ് സന്ദേശം ദൂരം എന്താണെങ്കിൽ ക്ഷണ നേരം പോലും എന്താ ഒരു കാട്ടിൽ കിട്ടിയെന്ന് പറഞ്ഞാൽ മറ്റൊരു കാട്ടിൽ കൊണ്ടേ കളിയാ, അല്ലെങ്കിൽ സമുദ്രത്തിൽ അങ്ങനെ കെട്ടി താഴ്ത്താം. അവരല്ലേ ഉള്ളൂ. അങ്ങനെ അവിടെ എവിടെ കൊണ്ട് പരിത്യജിക്കല്ല വേണ്ടത്, അവിടെ എവിടെ കൊണ്ട് കളിയല്ല വേണ്ടത്. പിന്നെയോ രാമം തം ശരണം ഭജേതി വചനം. അങ്ങനെ സ്വാമി ശ്രീരാമചന്ദ്രന്റെ കാലത്തിൽ ശ്രീരാമചന്ദ്ര ഒന്ന് പ്രസാദിക്കണേ, ഞാൻ അറിയാതെ കണ്ട് ചെയ്ത അപരാധാണ്, ക്ഷമിക്കണേ, സ്വീകരിക്കണേ ശംഭോ ശ്രീരാമചന്ദ്ര എന്നും പറഞ്ഞ് എന്നെ ശരണം പ്രാപിക്കലാണ്. ആരാണ്? ഇതായിരിക്കും ദൂതാണ്. എന്റെ ദൂതൻ അങ്കദൻ രാവണ സമീപത്തുനിന്ന് ചെന്ന് രാവണനോട് പറയുന്നത്. ഇനി പറയുന്ന കാര്യങ്ങളൊന്നും രാവണനോട് വകവെക്കണില്ല. എനിക്ക് സീതാദേവി തിരിച്ചൊരു ഭാവമില്ല. പറയുന്ന കാര്യങ്ങളൊന്നും രാവണൻ അനുകൂലിക്കുന്നില്ല. ആണെങ്കിൽ ദൂതനെ പരമേശ്വരൻ കഴിയില്ല. എന്താ ചെയ്യാ? മൂലം വിഭീഷണം ദശമുഖസ്ഥാനാഭിശേഷാമ്യഹം. പറയുന്ന കാര്യങ്ങളൊന്നും രാവണൻ വകവെക്കുന്നില്ല എന്നാണെങ്കിൽ ആ വിഭീഷണനെ കുറിച്ചാണ് അഭിഷേകം ചെയ്യാം. ഇതൊക്കെ കേമായി വിഭീഷണ വിഷയം ചെയ്യുന്ന രാവണ വിഭീഷണൊക്കെ എന്നോ ആട്ടി പുറത്താക്കിയെന്ന് പറഞ്ഞാൽ രാവണൻ വിഭീഷണ കൊട്ടാക്കിയൊന്നുമല്ല, എന്നോ പുറത്താണ്. പിന്നെ അവിടെ ഇവിടെ കൊണ്ടുപോയിട്ട് എങ്ങനെയുള്ള അഭിഷേകം ചെയ്താൽ പോരാ. പിന്നെന്താ ഇവിടുന്ന് അഭിഷേകം ചെയ്യേണ്ടത് ആണെങ്കിൽ ലങ്കാധിപൻ. അതാണല്ലോ ആ ദശമുഖനായിരിക്കണം രാവണന്റെ സ്ഥാനം. ആ ലങ്കാധിപനായിരിക്കുന്ന രാവണനെ വധിച്ച് തനിത്താണ് ഈ രാവണാംശനായിരിക്കുന്ന വിഭീഷണനെ അഭിഷേകം ചെയ്യുന്നത്. ഇതായിരിക്കണം സുഗ്രീവ എന്റെ ദൂതൻ ആ രാവണ സമീപത്തിന് ചെന്ന് പറയുന്നത്.
അങ്ങനെ വെച്ച് കാര്യങ്ങളെല്ലാം അങ്ങോട്ട് പോലെ പറഞ്ഞു മനസ്സിലാക്കി അങ്ങോട്ടോട് വേഗം എല്ലാം പറയൂ. ശ്രീരാമസ്വാമി സുഖീയുടെ ഭാഗം ഓർപ്പിച്ചു. പിന്നെ താമസമൊന്നും കഴിയില്ല. അങ്ങോട്ടോട് വരാൻ പറയൂ. സുഗ്രീവനെയും ശ്രീരാമസ്വാമിയെയും വന്ദിച്ച ശേഷം രാവണ സമീപത്തിങ്ങൾ ചെന്ന് രാവണനോടൊത്തിരുന്ന് രാവണനോട് ഓരോരോ ഉത്തര പ്രത്യുത്തരവാദികൾ പറയുവാനായി കൊണ്ടുള്ള വിനോദയോടും കൂടി രാവണ പുരോഗമത്തിങ്കൽ ആ രാവണൻ എവിടെ പ്രകാരമെല്ലാമായിരിക്കുന്ന അംഗതന്റെ സ്വാമിയായിരിക്കുന്ന ഭഗവാൻ സ്വാമി ശ്രീരാമചന്ദ്രൻ ഭഗവാന്മാരെ രക്ഷിക്കട്ടെ. കളവേണുരവ കളായ നീല കമലാചുംബനരംഭരോ ഹിരണ്യ ഹരിപോയ ദിവാരവിന്ദമധ്യേ രമതാമേ ഹൃദി